അടിപൊളി അടിപൊളി മമ്മൂട്ടിയുടെ നല്ല സസ്പെൻസ് സീരിയസ്നെസ്സിനെക്കാട്ടും കൂടുതൽ ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തിരുന്നു. മേക്കിംഗ് നല്ല രസമാണ്. നമുക്ക് പണ്ടത്തെ മമ്മൂക്കയെ കാണാൻ പറ്റി. ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പൊളിച്ചു. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി അടിപൊളി മമ്മൂട്ടിയുടെ നല്ല സസ്പെൻസ് എല്ലാം അടിപൊളി എല്ലാം അടിപൊളി. ടെസ്റ്റ് നമ്മ ഒരിക്കലും പുറത്തു വിടരുത്. എല്ലാവരും കണ്ടു തന്നെ എല്ലാവരും. ഒരു ഫൺ ത്രില്ലർ രസമുണ്ട്. ഒരു ഡിഫറെന്റ് പരിപാടിയാണ്. സൂപ്പർ പടം, വെറൈറ്റി പടമാണ്. കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. പോരാ പടം അടിപൊളിയാണ്. അടിപൊളി ഡയറക്ഷനാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ നമ്മളിങ്ങനൊരു സബ്ജക്റ്റ് കണ്ടില്ല. ഒരു വെറൈറ്റി ആണ്. അടിപൊളി സസ്പെൻസാണ്. മമ്മൂക്കയുടെ തുടർച്ചയായ വിജയങ്ങളാണ്. അടിപൊളിയാണ്. മേക്കിംഗ് നല്ല രസമാണ് കേട്ടോ. കാര്യം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കവി കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്കാരൻ എന്ത് കാണിക്കുന്നത്, നമ്മളല്ലേ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അത് എടുത്ത് ഔട്ട് വരുമ്പോഴാണ് സ്ക്രീനിൽ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഭയങ്കര സ്പീഡാണ് പുള്ളിക്ക് എടുക്കാനായിട്ട്. നമുക്കത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. നമ്മൾ എടുക്കുന്ന പോലൊന്നും അല്ല, നമ്മൾ കാണുന്ന പോലൊന്നും അല്ല പുള്ളി ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്നത്. ഗൂഗിള് ഞാൻ ആദ്യമായിട്ട് ഗൂഗിളിൻ്റെ ഒരു പടം തിയേറ്ററിൽ കാണും. ഗൂഗിൾ കൊള്ളാം. മമ്മൂക്ക ഗൗതംജി എന്നുള്ളൊരു കോമ്പിനേഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മളത് കാണണം എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. 0 എക്സ്പെക്ടേഷനിൽ വാച്ച് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കരമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സീരിയസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ പറയുന്ന ഒരു മൂവി ആയിരിക്കും എന്ന്. നമുക്ക് പണ്ടത്തെ മമ്മൂക്കയെ കാണാൻ പറ്റി. ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പൊളിച്ചു. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. നന്നായിട്ടുണ്ട്, അടിപൊളി. രസമുണ്ട്, കാണാൻ രസമുണ്ട്. സൂപ്പർ. നല്ലൊരു കുറ്റാന്വേഷണമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസത്തെ 4ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മൾ ഈ ഷെർലക് മൂവീസൊക്കെ കണ്ടിരിക്കണ പോലെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോഴാണ് ഒരു പിക്കിംഗ്. മമ്മൂട്ടി ആൻഡ് എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ സുരേഷിൻ്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. സീരിയസ്നെസ്സിനെക്കാട്ടും കൂടുതൽ ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തിരുന്നു. അതായത് ഈ പറഞ്ഞ ഒരു ലേസി ഗോ ഓഫീസറായ ആൾ, ഹാപ്പി ഗോ ലക്കി ഓഫീസറായ ആളെങ്ങനെ ഒരു പക്ഷേ എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ. ഗൗതം വാസുദേവൻ ആൻഡ് മമ്മൂട്ടി ഫസ്റ്റ് ടൈം കോമ്പിനേഷനാണ്. സോ ഗൗതം വാസുദേവൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഇഷ്ടപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റിലോട്ട് മൂവി പോയപ്പം ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പുതിയ ഭാവങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ കണ്ടു പരിചയിക്കാത്ത ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടത്. അത് വളരെ സന്തോഷം തോന്നി. ഓവറോൾ നല്ലൊരു മൂവിയായിട്ട് തന്നെയാണ്. മമ്മൂട്ടി നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചിത്രം. മമ്മൂക്ക തകർത്തു. അതേപോലെ അഭിനയിച്ചിരിക്കുന്ന നായികയായാലും ഗോകുൽ സുരേഷ് ആയാലും നല്ലൊരു ചിത്രം. ഗൗതം വാസുദേവന് നല്ല ഡയറക്ഷൻ, സ്റ്റോറിക്കൊരു പുതുമയുണ്ട്. അത് അവതരിപ്പിച്ചേക്കുന്ന രീതി, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണെങ്കിലും അത് ജനങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു അവതരണം തന്നെയായിരുന്നു.